എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് KTMന്റെ ഏറ്റവും പുതിയ വാഹനമായ 2025 മോഡൽ അഡ്വഞ്ചർ 250 ആണ്. രണ്ട് കളർ വേരിയന്റുകളിൽ ഒറ്റ വേരിയന്റ് ആയിട്ടാണ് ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന്റെ എക്സ്ഷോറൂം പ്രൈസ് ഏകദേശം 2,61,000 രൂപയാണ്. ഇപ്പോൾ നിൽക്കുന്നത് പോപ്പുലർ KTMന്റെ ഷോറൂമായ പുഴയ്ക്കലിലാണ്. അവരാണ് നമുക്ക് ഈ ഒരു വാഹനം കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത്. മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്, നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കനും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇതൊരു റിക്വസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പഴയ 250 വിട്ടിട്ട് ഒരുപാട് മാറ്റങ്ങളാണ് പുതിയൊരു 250 വന്നിട്ടുള്ളത്. അത് വണ്ടി മൊത്തത്തിലേ മാറി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ഒരു വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് തന്നെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഫ്രണ്ടിൽ തന്നെ വരുന്നത് വലിയൊരു വിൻഷീൽഡാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് രണ്ട് പ്രൊജക്ടർ ഹെഡ്ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് LED ആണ്, DRലും വരുന്ന LED ആണ്. ഒരു നോർമൽ നമ്മൾ മറ്റുള്ള വണ്ടികളിലൊക്കെ നമ്മൾ എക്സ്ട്രാ ഫിറ്റിംഗ് കയറ്റുന്ന രീതിയിലുള്ളൊരു ഹെഡ്ലാമ്പ് ഏരിയ ആണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു മഡ് ഗാർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ റാലിയിൽ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള മഡ് ഗാർഡും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഒരു ഡെക്കാർ റാലി ഡിസൈൻ ഇൻസ്പയർ ആയിട്ടാണ് ശരിക്കും ഈ ഒരു വാഹനം KTM ചെയ്തിട്ടുള്ളതാണ്. ആ ഓസ്ട്രിയൻ ആ ഒരു കമ്പനിയുടെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു വാഹനത്തിൽ ശരിക്കും കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ USD ഫോർക്കും കാര്യങ്ങളൊക്കെ കാണാം. WP Apex USD ആണ് നമുക്ക് വരുന്നത്. പിന്നെ ടയറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 19 ഇഞ്ച് ടയറാണ് നമുക്ക് വരുന്നത്. അതിൽ ട്യൂബ്ലെസ് ആണ്, അലോയ് ആണ് വരുന്നത്, സ്പോക്ക് വീൽ അല്ല. പിന്നെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കർവ് ആയിട്ടുള്ള ഒരു റേഡിയേറ്റർ ഏരിയയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ആ ഒരു വിൻഡ് വന്നിട്ട് ശരിക്കും ഒബ്സർവ് ചെയ്തെടുക്കാനുള്ള രീതിയിലാണ് ഈ ഒരു റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ ഒരു KTMന്റെ ആ ഒരു ലുക്കും കാര്യങ്ങളും ഒട്ടും ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാനില്ല. പിന്നെ നമുക്ക് ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. TFT ഡിസ്പ്ലേ ആണ്. അത് നമുക്ക് എന്താ പറയുക, നാവിഗേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടേൺ ടു ടേൺ നാവിഗേഷനാണ് വരുന്നത്, അല്ലാണ്ട് മാപ്പ് അല്ല വരുന്നത്. ഡിസ്പ്ലേ നമുക്ക് തുറക്കുമ്പോഴുള്ള ആ ഒരു ലുക്കാണ് റെഡി ടു റൈസ്. എൻ്റെ അമ്മു. അതുപോലെ തന്നെ ഇതിൻ്റെ റൈഡിങ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. റൈഡ് ബൈ വയർ ആണ്. ക്വിക്ക് ഷിഫ്റ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് സ്വിച്ച് ചെയ്തിടാൻ പറ്റും. അതുപോലെ തന്നെ ABSും കാര്യങ്ങളൊക്കെ സ്വിച്ച് ചെയ്തിടാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ബട്ടണും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മിററും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇതാണ് ടാങ്ക് വരുന്നത്. ടാങ്ക് വരുന്ന ഏകദേശം ഒരു 14.5 ലിറ്ററാണ് ഈ ഒരു ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പിന്നെ ഈ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രാഷ് ഗാർഡും കാര്യങ്ങളൊക്കെ ഇൻബിൽഡ് ആണ്. വേറെ എക്സ്ട്രാ നമുക്ക് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ കാത്തലിക് കൺവെർട്ടറും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഈ കാത്തലിക് കൺവെർട്ടറിൻ്റെ മുകളിൽ ചെറിയൊരു ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കല്ലും കാര്യങ്ങളൊക്കെ തട്ടാതിരിക്കാനായിട്ട്. പിന്നെ അടിയിൽ നമുക്കൊരു ഗാർഡും സമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് ബ്രേക്കിൻ്റെ ഭാഗമാണ്. നല്ല ഗ്രിപ്പായിട്ടുള്ളൊരു ബ്രേക്കും കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഫുട് റെസ്റ്റും കാര്യങ്ങളും ഗ്രിപ്പായിട്ടുള്ള തന്നെയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രിപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ ടയറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു 17 ഇഞ്ച് ടയറും കാര്യങ്ങളൊക്കെയാണ് ബാക്കിൽ വരുന്നത്. ഇതും നമുക്ക് അലോയ് ആണ്, അതുപോലെ തന്നെ ട്യൂബ്ലെസ് ആണ്. പിന്നെ സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. ഹൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇത് എത്രയാണെന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ബാക്കിലെ ടൈൽ ലാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ടൈൽ ലാമ്പും കാര്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടൈൽ ലാമ്പും കാര്യങ്ങളാണ് ഈ വാഹനത്തിന് വരുന്നത്. അതുപോലെ തന്നെ എഞ്ചിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 249cc എഞ്ചിനാണ് വരുന്നത്. പഴയ വണ്ടിയിൽ നമുക്കൊരു 29.63 bhp ആണ് വരുന്നത്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ നമുക്ക് 30.5 bhp പവറും കാര്യങ്ങളും വരുന്നുണ്ട്. ടോർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പഴയ വണ്ടിയിൽ 24 എണ്ണം ടോർക്കും ഈ ഒരു പുതിയ വണ്ടിയിൽ 25 എണ്ണം ടോർക്കും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ സീറ്റ് ഹൈറ്റിൻ്റെ കാര്യം വന്നു. സീറ്റ് ഹൈറ്റിൻ്റെ കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ ഒരു വണ്ടിയിൽ നമുക്ക് സീറ്റ് ഹൈറ്റ് വരുന്നുണ്ടായിരുന്നത് ഏകദേശം 834 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ 825 mm ആയിട്ട് സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ വണ്ടിയിൽ 200 mm ആകും ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ വണ്ടിയിൽ 227 mm ആക്കിയിട്ടുണ്ട്. കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ വണ്ടിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 175 കിലോഗ്രാം ആയിരുന്നു വെയിറ്റ്. ഈ വണ്ടിക്ക് 177 ആയിട്ടുണ്ട്. അതായത് ഒരു 2 കിലോനോളം ഈ ഒരു വണ്ടി കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് പുതിയൊരു ലോഞ്ച് നടത്തുന്ന ഒരു പരിപാടി ഇന്ന് അവർ ഓസ്ട്രിയൻ മോഡലായിട്ടുള്ള ഈ ഒരു KTMൽ ഞാൻ ഇന്നവരെ കണ്ടിട്ടില്ല. അവർ പുതിയൊരു വണ്ടി കൊണ്ടുവരാണെങ്കിൽ ആ ഒരു വണ്ടിയിൽ ആ ഒരു പുതുമ എന്നും അങ്ങനെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ചേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനൊരു ട്രെല്ലിസ് ഫ്രെയിമാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡാണ്. അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു ഫ്രെയിമും കാര്യങ്ങളും വരുന്നത്. പിന്നെ ഇതിൻ്റെ നമുക്ക് സീനാമ്പും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അലുമിനിയാണ് വരുന്നത്. തുരുമ്പ് പിടിച്ച് അങ്ങനെ പൊട്ട് കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഉണ്ടാവില്ല. പിന്നെ നമുക്കിതിൽ സൈലൻസറും കാര്യങ്ങളും വരുന്നത് അണ്ടർബെല്ലി സൈലൻസറാണ്. നമ്മുടെ പഴയ ഒരു KTMൽ തന്നെയാണ് നമുക്ക് അണ്ടർബെല്ലി സൈലൻസർ അല്ല, നോർമൽ സൈലൻസറാണ് വരുന്നത്. പിന്നെ നമുക്ക് ബാക്കിലെ
ഷോക്ക് വരാണെന്നുണ്ടെങ്കിൽ മോണോ ഷോക്കാണ്. പക്ഷെ മോണോ ഷോക്ക് ആണെങ്കിൽ കൂടി നോർമൽ ബാക്കിയുള്ള എല്ലാ വണ്ടിയിലും നമുക്ക് മോണോ ഷോക്ക് കണ്ടിട്ടുള്ളത് നമ്മുടെ സെൻറ്ററിൽ ഈ ഒരു ഭാഗത്താണ്. ഇത് ഈ ഒരു സൈഡിലായിരുന്നു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ഒരു ലെവലിലൊരു മോണോ ഷോക്ക് ഞാൻ ആദ്യമായിട്ട് കാണണം. ഈ ഒരു വണ്ടിയിലാണ് ഫസ്റ്റ് വരുന്നതെന്ന് തോന്നുന്നു. കൂളൻറ്റും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളതായിരുന്നു ഏകദേശം ഈ ഒരു ഭാഗത്താണ് കേട്ടോ. നമുക്ക് കാണാം മാക്സിമം മിനിമം എന്നുള്ള സംഭവങ്ങളൊക്കെ. ഈ വണ്ടിയുടെ നമുക്ക് ആ ഒരു എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഇതാണ് വണ്ടിയുടെ പെട്രോൾ കുറവാണ്. 100 എക്സോസിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല ബ്രോ. ഇതാ ഒരു ലോ RPM ചെറിയൊരു ബീറ്റുള്ള ഒരു സൗണ്ട്. കാരണം വെച്ചാൽ ഹയർ RPM പോകുമ്പോൾ ഒരു വേറൊരു ലെവലിലൊരു സൗണ്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഈ ഒരു വണ്ടിയിൽ നിന്ന്. നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ കയറി ഇരുന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 5.8 ആണ്. അപ്പോൾ എനിക്ക് എത്രത്തോളം ഈ ഒരു വണ്ടിയിൽ കാലെത്തുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ച കാരണം കൊണ്ട് നമുക്ക് സുഖമായിട്ടുള്ള രീതിയിൽ കാലെത്തുന്ന പ്രതീക്ഷിക്കണം. അത്യാവശ്യം കുഴപ്പമില്ല. ഈ ഒരു രീതിയിൽ കാലം എനിക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ മുകളിൽ കയറി ഇരിക്കുമ്പോൾ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. കാരണം ഈ വണ്ടിയുടെ വിൻഷീൽഡ് വരുന്നത് ഏകദേശം എൻ്റെ ഈ ഒരു ലെവലിലാണ്. കണ്ട അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു വണ്ടിയിൽ. എന്താ പറയുക, ഈ ടാങ്ക് ഏരിയ ഒന്നും നമുക്ക് ഒരുപാട് ഇവിടെ ഇല്ല. ചെറിയൊരു ടാങ്ക് ഏരിയ ആണ്. എന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു പൊസിഷൻ അത്യാവശ്യം നല്ലൊരു വൈഡായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ലോങ് ഡ്രൈവ് ഒക്കെ പോകാനായിട്ട് അത്യാവശ്യം നല്ല അതിഗംഭീരമായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വണ്ടി പക്ക അഡ്വഞ്ചർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഈ ഒരു വണ്ടീനെ ഒരു അഡ്വഞ്ചർ പ്ലസ് ടൂറർ എന്നൊക്കെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. കാരണം പക്ക അഡ്വഞ്ചറിൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു വണ്ടിയിൽ ഇല്ല. അതിനുപരി എന്നാൽ അഡ്വഞ്ചർ പ്ലസ് ടൂററിന് വേണ്ട എല്ലാ സംഭവങ്ങളും ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത് നല്ലൊരു അഡ്വഞ്ചർ പ്ലസ് ടൂററാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇത് പെട്ടെന്ന് എടുത്തിട്ടുള്ള ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെയാണ്. എന്തെങ്കിലും കാരണവശാൽ ഇതിൽ എന്തെങ്കിലും സംഭവങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നു വരുന്നു. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.